ഇതൊരു പ്രാദേശികമായിട്ട് വാർഡ് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2018-19 ഏകദേശം 300 വീടുകളോളം ചെക്കുന്ന് വരെയുണ്ടായ വിള്ളലുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം കലക്ടറേയും വരെയൊക്കെ പോയി കണ്ട വ്യക്തി എന്ന കാലത്ത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഗ്രാമമായി നമ്മുടെ ഈ നാട് മാറിയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ജാഫർ സാറായിരുന്നു അന്ന് കലക്ടർ. അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുകയും നമ്മുടെ അഭ്യർത്ഥന വിളിച്ചാണ് സന്ദർശിക്കുകയും ഈ ചെക്കുന്നിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്നത് രേഖയിലുണ്ടാവില്ല. രേഖയിലുള്ള 6 കർഷകർക്ക് അന്ന് അനുമതി നിഷേധിക്കുകയും GSIയുടെ അല്ലെങ്കിൽ സെസ്സിൻ്റെയോ പഠനം നടത്താതെ അവിടെ ഒരിക്കലും ഇനി ഒരു കോറി അനുവദിക്കരുതെന്നും ഇനി പ്രവർത്തിക്കരുതെന്നും പറഞ്ഞ റിപ്പോർട്ടിട്ട ഒരാളാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ് ജില്ലാ കളക്ടർ. നമുക്കറിയാം, അതിനെ മറികടന്നുകൊണ്ട് പിന്നീട് അത് നിയമപരമായിട്ട് അവർ കോറിക്കാരുടെ ഇടപെടലൊക്കെ ആവശ്യമാണ് അവർ തുറന്നു കൊടുത്തത്. ഇപ്പോഴും ഇതിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സുധാകരേട്ടൻ്റെ പേരിലും അതേപോലെ ഞങ്ങൾ 1-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള KT അൻവറിൻ്റെ പേരിൽ അതിശക്തമായ നിയമ പോരാട്ടം 4 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് ഫയൽ WPC നമ്പർ 18-596/2020 തൊട്ട് നമ്മുടെ നിയമപോരാട്ടം നടന്നത്. അതിൻ്റെ അന്തിമ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ സെസ്സിൻ്റെ പഠനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവിടെ ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെസ്സിൻ്റെ പഠനത്തിന് നടത്തുന്നതിന് സെസ്സുകാർ ചില നിയമോപദേശങ്ങൾ നേടുകയും അവർക്കത് കഴിയില്ല എന്ന് പറയുകയും അങ്ങനെ GSIയുടെ പഠനത്തിന് വേണ്ടി നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനോട് അതേപോലെ തന്നെ മറ്റുള്ള അഭ്യർത്ഥിക്കാനുള്ളത് ഈ പഠനം നടക്കാതെ, കൃത്യമായ പഠനം നടക്കാതെ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാതെ ഒരു കോടി അവിടെ നിന്ന് മാത്രമല്ല ചെക്കുന്ന വരെ ബീറ്റ് നമ്പർ 27 ഒരു കോടി അനുവദിക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആരോപണങ്ങളോടോ എതിർപ്പല്ല. സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഇതിനെ അവഗണിക്കുന്ന പലരുണ്ടാകാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുകൊണ്ടൊക്കെ എന്തൊക്കെ നേടിയിട്ടുള്ളത് ഇവിടുത്തെ ഓരോ ആളുകളും അറിയുന്നത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പോരാട്ടം നടക്കുന്നത് നമ്മൾ ഈ തലമുറക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ തലമുറക്ക് നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കോരി മുതലാളിമാർ ജീവിക്കുന്നത് അവരുടെ 10 തലമുറക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടുവരുന്നത്. ഒരു മോണിറ്ററിംഗ് നടത്താൻ സംവിധാനമില്ല. എത്ര കല്ലാണ് പൊട്ടിക്കുന്നത് നോക്കുന്ന സംവിധാനമില്ല. എത്രയാണ് അവിടെ കൊണ്ടുപോകുന്നത്, എത്രയാണ് കൊണ്ടുപോകുന്നത് നോക്കുന്ന സംവിധാനം. ഒന്നിന് GSIയുടെ ബില്ല് പോലും ഇല്ലാതെയാണ് ഇവിടുന്ന് ഓരോ ലോഡ്. നമുക്കറിയാം, 100 ലോഡ് പോകുന്നുണ്ട്. 10 ലോഡിന് പോലും ബില്ലെടുക്കാതെ ടാക്സ് അടക്കാതെയാണ് എല്ലാ പോലും പറഞ്ഞത്. എല്ലാവരും അറിയാം, ഈ ഭരണോദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഒരു സമയത്തെങ്കിലും അവിടെ പോയിട്ടായിട്ട് GSIയുടെ ബില്ലോ ഒന്നുമില്ല, തൂക്കി കൊടുക്കണം. വേപ്പിച്ച് വെച്ചിട്ട് തൂക്കിയിട്ടാണ് സാധനം കൊടുക്കുന്നത്. എത്ര ആളുകളാണ് എത്ര കോറിക്കാരങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു കോറി തുടങ്ങാനുള്ള ഈ ആവേശം ഉദ്യോഗസ്ഥന്മാർ ഈ കോറി നടത്തിപ്പിന് മോണിറ്ററിയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ കൃത്യമായ മേൽനോട്ടം ഇല്ലാതെയാണ് പല കോറികളും നടക്കുന്നത്. ഡെസിബൽ കണക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ എത്ര വെടി പൊട്ടിക്കാമെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ 100 ഇരട്ടി വെടിയാണ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ കൊടുക്കുന്ന ചില നിയമങ്ങളുണ്ട്. നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അവിടെ വന്നിട്ട് ഒരു സ്പീക്കറും ഒരു ആവശ്യത്തിൽ ഒരു പോകും. പിന്നെ അവിടേക്ക് ഒരു നമ്മളൊരു പരാതി ചെല്ലണം. ഇപ്പോൾ നമ്മളവിടെ പറഞ്ഞ മുബാറക് കർഷകർ വർക്ക് ചെയ്യുന്നത് ഹൈ ഹസാർഡ് സോണിലാണ്. നിയമപരമായിട്ട് ഒരു നിലത്തിൽ കേരളത്തിൽ ഒരു കോറി പോലും ഹൈ ഹസാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഈ നിയമത്തെയൊക്കെ കാറ്റം നടത്തി അതിന് ഓരോ പഠനങ്ങൾ നടത്തി ഇതിനൊക്കെ ചെയ്ത് നമ്മൾ കോടതിയിൽ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കേസ് വിധിയാകാതെ, ഇതിൻ്റെ പഠനം പൂർത്തിയാകാതെ ഒരു കോറിക്കും ഇവിടെ അനുമതി കൊടുക്കരുത് എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. വാർഡ് മെമ്പർമാരടക്കമുള്ള സംഘടന കണക്കുള്ള ആളുകൾ ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ 2 നാടും അടുത്തടുത്ത നാടുകളാണ്. ഈ ഒരു ദുരന്തം താങ്ങാനുള്ള ശക്തി സത്യേട്ടനോ നമുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് ഉചിതമായ തീരുമാനത്തിൽ വാർഡ് മെമ്പറായ സത്യേട്ടനോ നമ്മളെ വാർഡ് മെമ്പറായ KT അൻവർ കൂടി ആലോചിച്ചിട്ട് ഇത് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്.